ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരേ ഒരു സംസാരം, സ്റ്റെറോയിഡ്സ് ഓർ നാറ്റ്. ഈ രണ്ട് വാക്കുകളാണ് ഇപ്പൊ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിൽ നല്ല രീതിയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള റീസൺ 2025 മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ തന്നെയാണ്. സോ എന്താണ് ഇതിന്റെ റീസൺ? നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മിക്ക ഇൻഫ്ലുവൻസേഴ്സും, മിക്ക ജിം ഇൻഫ്ലുവൻസേഴ്സും, ജിം ബോഡി ബിൽഡേഴ്സും 2025 മിസ്റ്റർ കേരള കോമ്പറ്റീഷന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദിസ് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് നല്ല രീതിയിൽ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. ആ ഒരു രീതിയിൽ അവരുടെ ബോഡി കണ്ടിട്ട് പല വേറെ, അതായത് ജിം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ടല്ലോ, പല തരത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തത്തിൽ കാണും. നമ്മൾ ഒന്ന് പറയുന്നതായിരിക്കില്ല, ഒരിടത്ത് ഒന്ന് പറയും, വേറൊരിടത്തുനിന്ന് വേറൊന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെ ഈ ജിം ഇൻഫ്ലുവൻസേഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ജിം റീൽ ക്രിയേറ്ററിനെ നമ്മൾ കാണുന്നു, അവർ ഒന്ന് പറയുന്നു, ഓക്കെ, നെക്സ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അടുത്തയാൾ വേറൊന്നാണ് പറയുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് ജിം ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം കൂടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തുക. വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് നിങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് അത് റീലായിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ കാഴ്ചക്കാരെല്ലാം മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഓരോരുത്തരും ഓരോന്ന് പറയുന്നു. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തരും ഓരോന്ന് പറയട്ടെ. ഇത് കഴിഞ്ഞ് നമ്മുടെ ലോക്കൽ ജിമ്മിൽ പോകുമ്പോൾ അവിടുത്തെ ട്രെയിനർ വേറൊന്ന് പറയും. ഇത് കാണുന്ന എല്ലാവരും മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. സോ നിങ്ങൾ ആ ഒരു പരിപാടി ഫസ്റ്റ് അവിടെ നിർത്തുക. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. 2025 മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നാറ്റി എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് കേൾക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, വേറൊരു ജിം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ ഇറങ്ങിയ മിക്കവരും സ്റ്റെറോയിഡ്സ് ആണ്, അല്ലെങ്കിൽ അവരെല്ലാം സപ്ലിമെന്റ്സിന്റെ പ്രയോഗം കൊണ്ടല്ല ഇങ്ങനെ ആയെന്ന് പറയുന്നുണ്ട്. മിക്ക ഇൻഫ്ലുവൻസേഴ്സ് സപ്ലിമെന്റ്സിന്റെ പ്രയോഗം കൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് ഒരുപാട് റീൽസ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ ഒരു സപ്ലിമെന്റ് ബ്രാൻഡ് എടുത്ത് റീപോസ്റ്റ് അല്ലെങ്കിൽ കൊളാബറേഷൻ ചെയ്തിടുകയും ചെയ്യുന്നു. ഇതും വീണ്ടും വ്യൂസിനെ തമ്മിൽ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട് ആയിട്ട് ഇവിടെ നടക്കുന്നു. ഒരു സൈഡിൽ മിക്ക ജിം ഇൻഫ്ലുവൻസേഴ്സും ഈ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങിയവര് സ്റ്റെറോയിഡ്സ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവർ ഈ ഒരു കൊളാബറേഷൻ ചെയ്തു വരുന്നവരുടെ വിൽക്രോർ ആയിരുന്നാലും ക്രിയാറ്റിൻ ആയിരുന്നാലും ഈവൻ വേ പ്രോട്ടീൻ ആയിരുന്നാലും അവർ പറയുന്നത് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നതാണെന്നാണ്. ഇത് വീണ്ടും അവിടെ വ്യൂസിൽ ഒരു കൺഫ്യൂസിങ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് കാഴ്ചക്കാരായ നിങ്ങളുടെ അടുത്താണ്. അവര് പ്രൊഫഷണലി ബോഡി ബിൽഡിംഗ് എന്ന കോമ്പറ്റീഷനിൽ പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് സജ്ജമായിരിക്കുന്ന പയ്യന്മാരാണ്, അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ആണ്. അത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അവരുടെ ബോഡി കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവരുത്. നിങ്ങൾ ജിമ്മിൽ പോകണമെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പൊക്കോ, ജസ്റ്റ് ഡു യുവർ വർക്ക്, പെർഫോം വെൽ. പിന്നെ ഉള്ളത് ബെറ്റർ ദാൻ എസ്റ്റർഡേ. ഇന്നലെ ചെയ്ത പോലെ ആയിരിക്കരുത് ഇന്ന് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നലെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ അപ്ഗ്രേഡ് ആയിട്ട് ഇന്ന് ചെയ്യുക. അത്രയേ ഉള്ളൂ നിങ്ങളുടെ കോൺസെപ്റ്റ്. ബോഡിയും കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നതാണ്, പക്ഷെ കുറച്ച് സമയം എടുക്കും. എല്ലാം ഉടനെ വേണമെന്ന് പറയരുത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. സം ഓഫ് ദി ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് ഇവരെല്ലാം ചെയ്യുന്നത് സ്റ്റിറോയിഡ്സ് ആണെന്ന് പറയുന്നുണ്ട്, വിത്ത് നോ പ്രൂഫ്. ഇതൊന്നാമത്തെ റീസൺ. അവരുടെ ബോഡി കണ്ടിട്ട് സ്റ്റിറോയിഡ്സ് ആണോ നാറ്റിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എക്സ്പേർട്സിന് പറ്റുമായിരിക്കാം. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ആരും 100% നീതി പുലർത്തിയിട്ട് ഓരോന്നും ചെയ്യുന്നില്ല. ഏത് ഇൻഡസ്ട്രിയാണ് 100% നീതി പുലർത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാനത് സപ്പോർട്ട് ചെയ്യണതല്ല, ജസ്റ്റ് തിങ്ക്. ഏത് ഇൻഡസ്ട്രിയിലുള്ളവരാണ്, ഏതോ ആയിക്കോട്ടെ, 100% സത്യസന്ധത വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്നത് ആരുണ്ട് ഇപ്പോ? ആരുമില്ല. അതാണല്ലേ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഈവൻ സിബം പോലുള്ള വലിയ രീതിയിലുള്ള ബോഡി ബിൽഡേഴ്സും സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യാറുണ്ട് വിത്ത് പ്രൊഫഷണൽ ഡോക്ടേഴ്സിന്റെ കീഴിലാണ് അവർ ഓരോ സ്റ്റെറോയിഡ്സും യൂസ് ചെയ്യുന്നത്. അവർ ബോഡി കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് അവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഈവൻ ആ ഒരു സ്റ്റിറോയിഡ്സിന്റെ എഫക്ട്സ് കുറയ്ക്കാനുള്ള പരിപാടി ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലുള്ള മിക്ക ഇൻഫ്ലുവൻസേഴ്സും ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു കോമ്പറ്റീഷനിൽ ഇറങ്ങുന്നവരെ എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സ് ആണെന്ന് വിത്തൗട്ട് നോ പ്രൂഫിൽ ഓരോരുത്തർ വിളിക്കുന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഉള്ളത് മെയിൻ ആയിട്ടുള്ള സൗത്ത് ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ജിം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവരാണ് ഓൾറെഡി മിസ്റ്റർ കേരള 2025 ഓരോരുത്തരായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്. അപ്പോഴ് ഇവരെ ബോഡി കണ്ടിട്ട് വീണ്ടും ഓരോരുത്തർ വേറെയാണ് ഇത് സ്റ്റെറോയിഡ്സ് ആണ്. ഓക്കെ, ആയിക്കോട്ടെ,
ഇതായിക്കോട്ടെ, അവരെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അത് അവർ യൂസ് ചെയ്യുന്നത് പബ്ലിക്കിൽ ഒന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ഇത്രയും ഒരു സംസാരം നടക്കുമ്പോഴും ഓരോരുത്തർ മിണ്ടുന്നില്ല. അത് നമ്മൾ കണക്കിലെടുക്കണം. പക്ഷെ നിങ്ങൾ അത് എനിക്ക് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സിനോടാണ്, അല്ലെങ്കിൽ ജിം കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. നിങ്ങൾ അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് വെച്ചാണ് നിങ്ങൾ ബോഡി ബിൽഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് നിങ്ങൾ കാര്യം പറയുക. മനസ്സിലായില്ലേ? നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് കാര്യം പറയാം. ഓരോരുത്തർ അവിടെ നിന്നും ഇവിടെ നിന്നും എന്നുള്ള മിക്ക ക്രിയേറ്റേഴ്സും വന്നിട്ട് നിങ്ങൾ സ്റ്റിറോയിഡ്സ് ആണ്, അവർ സ്റ്റിറോയിഡ്സ് ആണെന്ന് പറയുമ്പോൾ ഓഡിയൻസ് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ഏത് വിശ്വസിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. ഞാൻ ഈ പറയുന്ന ക്രിയേറ്റേഴ്സിനോടാണ്, ജിം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട്, സൗത്ത് സൈഡ് ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിനോട്. നിങ്ങളൊരു പ്രൊഫഷണലി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ ഇവിടെ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ ഈ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ സംസാരമായിട്ട് വരില്ല. മനസ്സിലായില്ലേ? ഇവരിപ്പോൾ മെയിനായിട്ട് ഇഷ്യൂ ആയിട്ട് പറയുന്നത് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട്, നാച്ചുറലി അല്ല ബോഡി ബിൽഡിങ്ങിലോട്ട് ആ ഒരു കോമ്പറ്റീഷനിൽ മിക്കവരും ഇറങ്ങിയതുള്ളതാണ് മറ്റൊരു കോൺസെപ്റ്റ് ഈ ഒരു വിഷയത്തിന് തിരികൊളുത്തിയെന്ന് പറയും. ഇത് നമ്മൾ നോർമലി ഒരു അത്യാവശ്യം നല്ലൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യണമെന്ന് പോകുന്ന പയ്യന്മാർക്ക് ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്ന കാര്യമില്ല, ഒരിക്കലും അഫക്റ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജിമ്മിലോട്ട് പോവുക, സപ്ലിമെന്റ്സ് എടുക്കരുതെന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ക്രിയാറ്റിനായിരുന്നാലും വേപ്രോട്ടിനായിരുന്നാലും മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സ് ആയിരുന്നാലും നിങ്ങളെടുത്തോ, അത് വേറെ വിഷയമൊന്നും കാര്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ച് എന്നുള്ളൊരു പോം വഴി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരരുത്. നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട്, കൊടുക്കുന്ന വർക്ക് നിങ്ങളുടെ ബോഡി കേൾക്കുന്നുണ്ടെങ്കിൽ ബോഡി നല്ലൊരു റിസൾട്ട് തന്നിരിക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് വിഷയം. ഇത് പല ജിം ക്രിയേറ്റേഴ്സും കണ്ടന്റായിട്ട് എടുക്കുന്നുള്ളതാണ്. സോ എന്തായിരുന്നാലും ഈ ഒരു ബോഡി ബിൽഡിംഗ് എന്ന കോമ്പറ്റീഷനിൽ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇൻഡസ്ട്രിയിലും ഇപ്പൊ ആരും സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു ഉടായ്പ വേല എല്ലാവരും ചെയ്തു വെച്ചിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജിം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്തോട്ടെ, പക്ഷെ അവർ ഓപ്പൺലി പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. ഓരോ വേറെയുള്ള ക്രിയേറ്റേഴ്സ് വന്നിട്ട് മൊത്തത്തിൽ ഓഡിയൻസ് ഒരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ഓഡിയൻസ് ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ വരരുത്. ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് ദിസ് വീഡിയോ. സോ എന്തായിരുന്നാലും ഞാൻ ഉദ്ദേശിച്ച രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. ജിം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ബോഡി ബിൽഡിംഗ് ചെയ്ത് ആളുകളെ എൻഗേജ് ചെയ്ത് ജിമ്മിൽ പോകുന്നതിനുൾപ്പെടെ നിങ്ങൾ നല്ലൊരു പങ്കുണ്ട്. അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുകയാണ് അവിടെ. അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു റൂമേഴ്സ് വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ അവിടെ ആ ഒരു ടോപ്പിക് കഴിഞ്ഞല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ അത്ര നല്ലത്. അപ്പോൾ ഇവിടെ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ടോപ്പിക് അത്രത്തോളം വളരെ വിഷയമായിട്ട് നടന്നപ്പോഴാണ് ഞാൻ ഇതൊന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. എന്തൊക്കെയായിരുന്നാലും നമ്മുടെ വിന്റർ ആർക്ക് പ്രോപ്പർലി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വിത്ത് ഗോഡ് ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് എല്ലാം പക്കയായിട്ട് പോകുന്നുണ്ടായിരുന്നു. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.